എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കിന്ന് മറ്റൊരു രസകരമായ കഥ കേൾക്കാം. കൂട്ടുകാരെ, നമുക്കിന്ന് ദക്ഷിണാപഥത്തിലെ ധനികനായ വ്യാപാരിയുടെ മകൻ വിദ്യാപതിയുടെ കഥ കേൾക്കാം. വിദ്യാപതി എന്ന പേര് പോലെ തന്നെ ഈ കുട്ടി വളരെ ചെറുപ്പം മുതൽ പഠനത്തിലും മറ്റ് കലകളിലുമെല്ലാം അതിസമർത്ഥനായിരുന്നു. യുവാവായപ്പോഴേക്കും വിദ്യാപതി സകല കലകളും സകല വിദ്യകളും അഭ്യസിച്ച് അതിസമർത്ഥനായി അങ്ങനെ വളർന്നു വന്ന് ജന്തുക്കളുടെ ഭാഷ പോലും മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നു വിദ്യാപതിക്ക്. സകല കലാവല്ലഭൻ എന്ന് തന്നെ വിദ്യാപതിയെ പറയാം. ജന്തുക്കളുടെ ഭാഷയൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെ അയാളുടെ ഈ അത്ഭുത സിദ്ധികളെ പറ്റിയുള്ള വാർത്ത അയൽ രാജ്യങ്ങളിലെല്ലാം വ്യാപിച്ചു. അയൽ രാജ്യത്തെ രാജാവായ രവിവർമ്മൻ ഇതൊന്ന് പരീക്ഷിച്ചറിയണം എന്ന് വിചാരിച്ച് വിദ്യാപതിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അവിടെയുള്ള പണ്ഡിതന്മാർ, ശാസ്ത്രികൾ, ജ്ഞാനികൾ, മറ്റ് അറിവുള്ളവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഈ വിദ്യാപതിയുടെ കഴിവുകളെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഈ പണ്ഡിതന്മാർക്കും മറ്റ് ശാസ്ത്രികൾക്കും എല്ലാം ഈ വിദ്യാപതിയോട് അസൂയയാണ് തോന്നിയത്. എങ്ങനെയെങ്കിലും ഈ വിദ്യാപതിയെ പരാജയപ്പെടുത്താൻ തന്നെ അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിദ്യാപതിയാകട്ടെ രാജാവ് ഏർപ്പെടുത്തിയ എല്ലാ പരീക്ഷകളിലും വിജയശ്രീലാളിതനായി തീരുകയും ചെയ്തു. ഇതിൽ രാജാവിനും വളരെയേറെ സന്തോഷം തോന്നി. സന്തുഷ്ടനായി തീർന്ന രാജാവ് തൻ്റെ സുന്ദരിയായ പുത്രിയെ വിദ്യാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത് വളരെയധികം സമ്മാനങ്ങളൊക്കെ നൽകി കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരു ദിവസം രാത്രി വിദ്യാപതി രാജകുമാരിയോടൊന്നിച്ച് തങ്ങളുടെ ശയനമുറിയിൽ മഞ്ചത്തിൽ ശയിക്കുമ്പോൾ ഒരു പറ്റം എറുമ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നടന്ന് മുന്നോട്ട് പോകുന്നത് കാണുന്നു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞ് മുന്നേ പോയ ഉറുമ്പുകളെല്ലാം മടങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ പിന്നിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഉറുമ്പുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ മടങ്ങി വരുന്നത്, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ മടങ്ങി വന്നുകൊണ്ടിരുന്ന ഉറുമ്പുകൾ പറഞ്ഞു, അത് അവിടെ ഒരു കട്ടിൽ കിടക്കുന്നു, അതിനെ മറികടന്നു പോകുന്നത് ശരിയല്ല, അത് മര്യാദകേടായതുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. ഈ ഉറുമ്പുകളുടെ സംഭാഷണം കേട്ട വിദ്യാപതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും പതുക്കെ ഒന്ന് ചിരിക്കുകയും ചെയ്തു. വിദ്യാപതി ചിരിക്കുന്നത് കണ്ട് ഉറുമ്പുകൾക്ക് തോന്നി തങ്ങളെ ഈ യുവാവ് പരിഹസിക്കുകയാണെന്ന്. അപ്പോൾ അവർ ഇപ്രകാരം ഒരു ശാപമാണ് കൊടുത്തത്, ഞങ്ങളുടെ സംഭാഷണം ആരെങ്കിലും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് മറ്റാരെയും അറിയിക്കരുത്. അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്ന പക്ഷം അയാൾ ഉടൻ മരിക്കും. ഉറുമ്പുകളുടെ ഈ സംഭാഷണം വിദ്യാപതി മനസ്സിലാക്കുന്നു. അതിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് വിദ്യാപതി വീണ്ടും ചിരിക്കുന്നു. വിദ്യാപതി തന്നെ ചിരിക്കുന്നത് കണ്ട രാജകുമാരി ഉടൻ ചോദിച്ചു, എന്താണ് അവിടുന്ന് ചിരിക്കുന്നത്, എന്തായാലും എന്നോട് പറയൂ എന്ന്. വിദ്യാപതി എന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും തോറും രാജകുമാരിയുടെ നിർബന്ധവും കൂടിക്കൂടി വന്നു. അവസാനം എന്തു വന്നാലും പരമാർത്ഥം അറിയിച്ചേക്കാം, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് വിദ്യാപതി രാജകുമാരിയോട് ഈ ഉറുമ്പുകളുടെ സംഭാഷണത്തെപ്പറ്റി പറയാൻ തുടങ്ങിയ ക്ഷണം അവിടെ അടുത്തിരുന്നൊരു പെൺകൊതുകും ആൺകൊതുകും തമ്മിലുള്ള സംവാദം കേൾക്കാൻ. പെൺകൊതുക് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ആൺകൊതുക് ചോദിച്ചു, എന്താണ് നിൻ്റെ ആഗ്രഹം? ഉടനെ പെൺകൊതുക് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ കരളിൽ നിന്ന് ഒരു തുള്ളി രക്തം കൊണ്ടുവന്ന് എനിക്ക് നൽകണം. ഇത് കേട്ട ആൺകൊതുക് എന്തു വന്നാലും ഞാനത് സാധിച്ചു തരില്ല എന്ന് തീർത്തു പറഞ്ഞു. അവൻ പിന്നീട് തുടർന്ന് പറയുകയാണ്, നടപ്പുള്ള കാര്യം വല്ലതും പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരാം, അല്ലാതെ പെൺവാക്ക് കേട്ട് അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടാനൊന്നും ഞാൻ തയ്യാറല്ല. പെണ്ണിനെ എവിടെയും കിട്ടും, ജീവൻ ഒരിടത്തും തിരിച്ചു കിട്ടില്ല.
ഇത് കേട്ട പെൺകൊതുകിന് ദേഷ്യം വന്നു. അവൾ ക്രോധം കൊണ്ട് വിറച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല, ഏത് അപകടം വന്നാലും ശരി, എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരിക തന്നെ വേണം. സാധിച്ചില്ലെങ്കിൽ ഇനിമേൽ നാം തമ്മിൽ ഒരു ബന്ധവും വേണ്ട. നിങ്ങൾ ഉടനെ എന്നെ വിട്ടു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആൺകൊതുകുടനെ ശുണ്ടി എടുത്തുകൊണ്ട് പറഞ്ഞു. അവനിങ്ങനെ വിചാരിച്ചു, എന്ത് വന്നാലും പെണ്ണിന് വഴങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലത്. പെണ്ണിന് വഴങ്ങി ജീവിക്കുന്നതല്ലെന്ന് അവൻ ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ധാർഷ്ട്യത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു, അത്രയ്ക്ക് ആളാകേണ്ട നീ. പെണ്ണായിട്ട് നിന്നെ അല്ലല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. സുന്ദരികളായ പെൺകൊതുകുകളെ എത്ര വേണമെങ്കിലും കിട്ടും. എത്ര സുന്ദരികളെ വേണമെങ്കിലും എനിക്ക് ലഭിക്കും. ഞാനൊന്ന് നിശ്ചയിക്കേ വേണ്ടൂ. ആണുങ്ങൾക്ക് പെണ്ണിനെ കിട്ടാതെ വരണമെങ്കിൽ ലോകം അവസാനിക്കണം. എൻ്റെ ജീവൻ ബലികഴിച്ച് നിൻ്റെ പ്രീതി ആർജിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പെണ്ണിന് അടിമയായി ജീവിക്കുക, അതിൽ പരം നികൃഷ്ടമായി എന്താണുള്ളത്? വേണ്ട വേണ്ട, നാം തമ്മിലുള്ള ഈ ബന്ധം ഈ നിമിഷം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചിരിക്കുക. പോയി തോലെ. ഇങ്ങനെ പറഞ്ഞ് ആൺകൊതുക് അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്തു. ആൺകൊതുക് മൂളിക്കൊണ്ട് പറന്നുപോയി. ഈ സംഭാഷണവും നമ്മുടെ വിദ്യാപതി കേൾക്കുകയാണ്. അതും മനസ്സിലാക്കിയ വിദ്യാപതി വീണ്ടും ചിന്തിച്ചു, ഈ ആൺകൊതുക് പറഞ്ഞത് എത്രയോ ശരിയാണ്. ഞാനതൊരു ഗുണപാഠമായി സ്വീകരിക്കുക തന്നെയല്ലേ വേണ്ടത്. ഭാര്യയുടെ ദുശാഠ്യത്തിന് വഴങ്ങി ഞാനെന്തിന് അകാലമരണം കൈവരിക്കണം? അവൾ പിണങ്ങിപ്പോയാൽ പോകട്ടെ, മറ്റൊരു രാജകുമാരിയെ തന്നെ വേണമെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും, അത്ര തന്നെ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം രാജകുമാരിയോട് പറഞ്ഞു, ഓമനെ, ഭവതി വൃഥാ ബുദ്ധിമുട്ടേണ്ട. എന്ത് വന്നാലും ഞാൻ ആ കാര്യം പറയുകയില്ല. തൽഫലമായി ഭവതി എന്നെ ഉപേക്ഷിച്ചത് എന്ന് തന്നെ വരാം. എങ്കിൽ വളരെ സന്തോഷം. ഇതാ ഈ നിമിഷം തന്നെ ഞാനിവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് വിദ്യാപതി ഉടൻ തന്നെ അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയാണ്. ഭാര്യയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ വിദ്യാപതി അവിടെ നിന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, ഇവരിൽ ആർക്കാണ് ബുദ്ധി കൂടുതൽ? എറുമ്പുകൾക്കാണോ, വിദ്യാപതിക്കാണോ, രാജകുമാരിക്കാണോ, ആൺകൊതുകിനാണോ, പെൺകൊതുകിനാണോ? ഉടനെ വിക്രമാദിത്യൻ ഉത്തരം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് ആദ്യം തന്നെ പറയൂ. ഇനി കഴിഞ്ഞ കഥയിൽ വേതാളം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അല്ലയോ രാജാവേ, ആർക്കാണ് കൂടുതൽ പാപം? സ്ത്രീയെ ചതിച്ച പുരുഷനാണോ അതോ പുരുഷനെ ചതിച്ച സ്ത്രീക്കാണോ എന്ന്. നിങ്ങളാരും ഉത്തരമൊന്നും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ തന്നെ ഉത്തരം പറയാം. വിക്രമാദിത്യൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വേതാളത്തിന് കൊടുത്ത മറുപടി സ്ത്രീക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാപം എന്നായിരുന്നു. വേതാളം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരു പുരുഷൻ ധാർമ്മികമായി എത്രമാത്രം അധപ്പതിച്ചാലും നന്മയുടെ ഒരു അംശമെങ്കിലും അവനിൽ അവശേഷിക്കും. ഒരു സ്ത്രീയാകട്ടെ അപ്രകാരമുള്ള ധർമാധർമ്മ ചിന്തകളൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീയാണ് കൂടുതൽ പാപിയെന്ന്. ഈ വിക്രമാദിത്യൻ്റെ ശരി ഉത്തരം കേട്ട ഉടനെ വേതാളം വിക്രമാദിത്യൻ്റെ ചുമലിൽ നിന്നും രക്ഷപ്പെട്ടോടി പഴയപടി മുരുക്കുമരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ വേതാളത്തിൻ്റെ പുറകെ ഓടി വീണ്ടും വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമുക്ക് അടുത്ത കഥ അടുത്ത വീഡിയോയിൽ കേൾക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ത്രിഭുവനസുന്ദരിയുടെ കഥ കേൾക്കാം. വേതാളം ത്രിഭുവനസുന്ദരിയെപ്പറ്റി എന്താണ് പറയുന്നത്. കൂടെ ശരി ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കും കഥ എന്തുമാത്രം മനസ്സിലായി എന്നറിയണ്ടേ? നന്ദി, നമസ്കാരം.